എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ചില ചക്കയുണ്ടായിരുന്നു, പക്ഷേ ചക്ക ഇട്ടതല്ല, കുപ്പച്ചക്കയായിപ്പോയി. കണ്ടോ, കൊള്ളത്തേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ശാഖല അതിൽ നിന്നൊരു 10 ചക്കച്ചുള്ള എടുത്ത് അതൊന്ന് വറക്കും. അപ്പം ഉരുളി, നമ്മൾ ഈ ഉരുളി ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഉരുളി നമ്മൾ അന്ന് ഗൃഹപ്രവേശത്തിന് മേടിച്ചത്. ഇത് പൊക്കച്ചക്കയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ പിന്നെ എടുത്ത് നോക്കിയപ്പം കൊള്ളാത്ത ചക്കയായിരുന്നു, കൊത്തച്ചക്കയാണ്. പിന്നെ അതിൻ്റെ എടുത്തല്ലോ എന്ന് ചൊല്ലി ഞാൻ 5-6 ചുള എടുക്കാം. വേണ്ടോ, വലിയ കൊള്ളത്തിൽ. പിന്നെ ഏതായാലും ഞാൻ വറക്ക് വലിയ ചൊല്ലി അങ്ങ് എടുത്തതേ ഉള്ളൂ. കൊത്തച്ചക്കയായിരുന്നു. ഈ ഉരുളി ഒരു വശത്തോട്ട് ചരിഞ്ഞായിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെയുള്ള വെള്ളം നോക്കാൻ നോക്കുന്നത്. നമുക്ക് ഈ ഉരുളി ഒരു വശത്ത് തരിഞ്ഞായി ഗ്യാസിലിരിക്കുന്നത്. എനിക്ക് പേടി, അതുകൊണ്ട് മറിയുവാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചുള ചക്ക വലിയ ഗുണമില്ലാത്ത നമ്മളിത് ഇങ്ങനെ അങ്ങ് വാരി, എന്നാലും മൂത്തിട്ടുണ്ട്, കിടുകിടാന്ന് കേൾക്കുന്നുണ്ട്. നമ്മളതിന് വാരി എടുക്കുക. പക്ഷെ ഇത് പൊത്തച്ചക്ക വറുത്തത് നമ്മളങ്ങ് ഇട്ടത് കൊണ്ട് ഇച്ചിരി എടുത്തന്നേ ഉള്ളല്ലേ, എടുക്കത്തില്ല. എണ്ണയൊന്നും അധികം പിടിക്കുന്നില്ല, എണ്ണയൊക്കെ നല്ല ഇതായിട്ട്. എപ്പോഴും ചക്ക നല്ല മൂത്ത ചക്ക വേണം. നമുക്ക് ഇച്ചിരി ഇച്ചിരി വിളഞ്ഞ ചക്കയുണ്ട്, അതുകൂടെ നമുക്ക് അത് ഇതെല്ലാം ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്ക് അതിടാം. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തല്ല, നമ്മൾ ഈ മറ്റേ റൈസ് ഓയിലിനകത്താണ്. വെളിച്ചെണ്ണ അപ്പം നമ്മൾ വേണ്ട ഇച്ചിരി വിളഞ്ഞത് ചക്ക നമുക്കുണ്ട്, അതാണ്. ഇത് ഞാൻ ഉച്ചയ്ക്ക് എരിശ്ശേരി വെച്ചതിൻ്റെ ബാക്കി ഇച്ചിരി എടുക്കാം. നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇട്ടത് പൊട്ടിയൊക്കെ ആയിരുന്നു. അത് പിന്നെ ഞാൻ 10 ചുള എടുത്തിട്ട് ഞാൻ പിന്നെ അപ്പുറത്തെ അവർക്കൊക്കെ കൊടുത്തു. അവർ കൊണ്ടുപോയി തോരൻ വെക്കട്ടെന്ന്. അപ്പം ഈ ചക്ക എനിക്ക് ഒന്നിച്ചിര വിളഞ്ഞ് ഇതേതായാലും മൂക്കും. നമ്മുടെ ഒരുവിധം വിളഞ്ഞ ചക്ക ഇങ്ങനെ കിടന്ന് മൂക്കും.